1, 2, 3, come on. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വീട്ടിലിരുന്ന് ഒരു രൂപ പോലും ചിലവില്ലാതെ എങ്ങനെയാണ് പണം സമ്പാദിക്കുക എന്നതിനെക്കുറിച്ച് ആണ് പഠിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ആദ്യമായി ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന ആദ്യത്തെ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യേണ്ടതാണ്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പണായി വരുന്നത് കാണാം. ഇവിടെ ആദ്യം നിങ്ങളുടെ ഫോൺ നമ്പർ അവിടെ എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം ഒരു പാസ്വേഡ് നിങ്ങൾ നൽകേണ്ടതാണ്. അതേപോലെ തന്നെ വീണ്ടും ആ പാസ്വേഡ് ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് അത് അവിടെ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് OTP നിങ്ങളുടെ മൊബൈലിലേക്ക് വരും. ആ OTP അവിടെ നൽകേണ്ടതാണ്. അതിനുശേഷം അഗ്രി പ്രൈവസി ആൻഡ് പോളിസി അതിൽ നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം സൈൻ അപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡയറക്റ്റായി പുതിയ അക്കൗണ്ട് ഉണ്ടാകുന്നതാണ്. ഇതിൽ പണം സമ്പാദിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാൻ ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതാണല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുകയാണ്. സൈൻ ഇൻ ക്ലിക്ക് ചെയ്ത് ഞാൻ എൻ്റെ അക്കൗണ്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം. അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പണായി വരുന്നത് കാണാം. ഇവിടെ നിങ്ങൾക്ക് എൻ്റെ ബാലൻസ് 31 രൂപയായി കാണാൻ കഴിയും. ഈ 31 രൂപയായി ഇവിടെ കാണുന്നത് എങ്കിൽ ഇത് ഞാൻ ഒരു രൂപ പോലും ചിലവില്ലാതെ ഉണ്ടാക്കിയതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇതിൽ നിങ്ങൾക്ക് പണം ആദ്യം സമ്പാദിക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു തരാം. അതിനായി നിങ്ങളിവിടെ താഴെ കാണുന്ന മീ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഇൻവൈറ്റ് യുവർ ഫ്രണ്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അതിനുശേഷം നിങ്ങളിവിടെ ഇൻവൈറ്റ് ഫ്രണ്ട്സ് എന്ന ഓപ്ഷനിൽ ഗോ നൗ എന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് ഇൻവൈറ്റ് ലിങ്ക് കിട്ടാം. ആ ഇൻവൈറ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്താൽ നമുക്ക് 10 രൂപ കിട്ടുന്നതായിരിക്കും. ആ 10 രൂപ വെച്ച് നമുക്ക് ഇവിടെ കളിക്കാം. ആ കളിക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ നമുക്ക് താഴെ കാണുന്ന 1 to lakh എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഇവിടെ നമുക്കിപ്പോൾ കാണാം. ഇവിടെ സമയം കൗണ്ട് ഡൗൺ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ റൂൾസ് എന്നൊന്ന് നോക്കാം. അതിനുവേണ്ടി റൂൾസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് നോക്കാം. ഇവിടെ റൂൾസ് കാണുന്നു. ഇവിടെ 3 മിനിറ്റാണ് ഒരു ഗെയിമിൻ്റെ സമയം. 1 issue 2 minutes and 30 seconds to order. അതായത് ആദ്യത്തെ 2 മിനിറ്റ് 30 സെക്കൻഡ് മാത്രമാണ് നമുക്കതിൽ ജോയിൻ ചെയ്യാൻ കഴിയുന്നത്. 30 സെക്കൻഡ് റിസൾട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം അതായത് 480 പ്രാവശ്യം ഇത് നടക്കും. അതുകൊണ്ട് തന്നെ 480 പ്രാവശ്യം നമുക്ക് പൈസ വീണ്ടും വീണ്ടും ഇട്ട് കളിക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് 100 രൂപയുടെ ഒരു ഓപ്ഷൻ എങ്ങനെയാണ് കളിക്കുന്നതെന്ന് അവർ പറഞ്ഞു തരുന്നുണ്ട്. ഇഫ് യു സ്പെൻഡ് 100 rupees to trade, after deducting 10 rupees service fee, your contract amount is 90 rupees. അതായത് 100 രൂപ വെച്ച് നമുക്ക് കളിച്ചാൽ 10 രൂപ അവർ സർവീസ് ഫീ എടുക്കും. ബാക്കി 90 രൂപ വെച്ചാണ് നമ്മൾ കളിക്കേണ്ടത്. അവിടെ ഓപ്ഷൻ കാണാം. അതായത് പേജിൽ ഞാൻ പിന്നെ കാണിച്ചു തരാം. ജോയിൻ ഗ്രീൻ, അതായത് ഗ്രീൻ സെലക്ട് ചെയ്താൽ നമുക്ക് അവിടെ റിസൾട്ട് 1, 3, 7, 9 അതിൽ ഏതെങ്കിലും ഒന്നാണെങ്കിൽ നമുക്ക് ആ വെച്ച പൈസയുടെ ഇരട്ടിയായി ലഭിക്കും. അതുപോലെ തന്നെ അവിടെ 5 റിസൾട്ടായി കാണുന്നത് എങ്കിൽ നമുക്ക് വെച്ചതിൻ്റെ ഇരട്ടിയായി കിട്ടില്ല എന്നെങ്കിലും 1.5 അതായത് 50% ലാഭം നമുക്ക് ലഭിക്കും. അഥവാ ജോയിൻ റെഡ് ചെയ്തു അതുപോലെ തന്നെയാണ്, നമ്പേഴ്സ് മാറ്റമെന്ന് മാത്രം. അതുപോലെ തന്നെ വയലറ്റ് ചെയ്താൽ അത് എല്ലാ സമയത്തും വയലറ്റ് ഉണ്ടാവുകയില്ല. വയലറ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് അവിടെ 0 അല്ലെങ്കിൽ 5 ആണ് വരുന്നത് എങ്കിൽ നമുക്ക് നമ്മൾ വെച്ച പൈസയുടെ 4.5 ഇരട്ടി പൈസ നമുക്ക് ലഭിക്കും. അതായത് 450% ലാഭം, അതായത് പ്രോഫിറ്റ് നമുക്ക് ലഭിക്കും. മാത്രമല്ല നമുക്ക് നമ്പർ സെലക്ട് ആണല്ലോ ഓപ്ഷനും അവിടെയാണ്. നമ്പർ സെലക്ട് ചെയ്താൽ നമുക്ക് അതേ നമ്പറാണ് വരുന്നത് എങ്കിൽ നമുക്ക് നമ്മൾ വെച്ച പൈസയുടെ 9 മടങ്ങ് നമുക്ക് ലഭിക്കുന്നതാണ്. എങ്ങനെയാണ് കളിക്കുന്നത് എന്നതിന് ഞാനൊരു ട്രയൽ കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ ബാലൻസ് 30 രൂപയാണ്. ഇവിടെ കൗണ്ട് ഡൗൺ ഒന്ന് ഇങ്ങനെ കുറഞ്ഞു പോവുകയാണ്. ഇവിടെ നമ്മൾ നോക്കാം. ജോയിൻ ഗ്രീൻ, ജോയിൻ വയലറ്റ്, ജോയിൻ റെഡ്, അതുപോലെ തന്നെ താഴെ നമ്പറുകളും കാണാൻ കഴിയും. ഇവിടെ ഞാൻ മുമ്പ് കളിച്ച കളികളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾക്ക് ഈ ഒരുപാടുണ്ട്. അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരുപാട് പൈസ ലഭിച്ചിട്ടുണ്ട്. ആ പൈസയെ ഞാൻ വീണ്ടും വീണ്ടും കളിച്ചുകൊണ്ട് അങ്ങനെ തന്നെ ഒരു പ്രാവശ്യം ലോസ് വിൻ അങ്ങനെ ഏതാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മളൊന്ന് കളിച്ച് നോക്കാം. ഞാനിവിടെ വയലറ്റാണ് ജോയിൻ ചെയ്യുന്നത്.
ജോയിൻ വാലറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇവിടെ നോക്കാം. നമുക്ക് റിസൾട്ട് 30 സെക്കൻഡ് അതിനായി കാത്തു നിൽക്കേണ്ടതാണ്. ആ സമയത്ത് ഇതിനെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങൾ ഞാൻ കാണിച്ചു തരാം. അതായത് ഇവിടെ പൈസ തീർന്നു പോയാൽ നമുക്ക് കൂടുതലായി പൈസ പുറത്തുനിന്ന് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ റെഫർ ചെയ്ത് സമ്പാദിക്കാം. പുറത്തുനിന്ന് ഇടുകയാണെങ്കിൽ ടോപ്പപ്പിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ റീചാർജ് എമൗണ്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഇവിടെ റീചാർജ് എന്ന ഒരു 100 രൂപ സെലക്ട് ചെയ്താൽ റീചാർജ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അതിനുശേഷം എങ്ങനെയാണ് റീചാർജ് ചെയ്യേണ്ടതെന്ന് തുടർന്നുള്ള പേജുകളിൽ നമുക്ക് കാണാം. ഇപ്പോൾ നമുക്ക് റിസൾട്ട് എന്തായെന്ന് നോക്കാം. അതിൻ്റെ റിസൾട്ട് വയലറ്റ് അല്ല ഗ്രീനാണ് വന്നത്. അതുകൊണ്ട് തന്നെ ആ 10 രൂപ പോയി. അങ്ങനെ തന്നെ എല്ലാ സമയത്തും ഇതുപോലെ ആകണമെന്നില്ല. ഓരോ സമയത്തും ഓരോ രീതിയിലാണ് നമുക്ക് പണം കിട്ടുന്നത്. അത് നമുക്ക് പിന്നെ നോക്കാം. അതുപോലെ തന്നെ ഇതിലുള്ള പൈസ നമുക്ക് എങ്ങനെ കയ്യിലെത്തിക്കാമെന്നതിനെ കുറിച്ചാണ് അടുത്തതായി പറയാൻ പോകുന്നത്. മിയോ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ മൈ വാലറ്റ് എന്ന് കാണാൻ കഴിയും. അതിൽ നമുക്ക് നമ്മുടെ ബാലൻസ് കാണാം. അതിൽ നിന്ന് വിഡ്രോവൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എത്രയാണ് വിഡ്രോ ചെയ്യേണ്ടത് എന്ന് ഇവിടെ സെലക്ട് ചെയ്യേണ്ടതാണ്. അതായത് ഇവിടെ നമ്മൾ 20 രൂപ വിഡ്രോ എന്ന് ക്ലിക്ക് ചെയ്താൽ ഇത് മിനിമം ക്യാഷ് റുപ്പീസ് 500 രൂപയാണ് വിഡ്രോവൽ മിനിമം. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് 500 രൂപയാൽ വിഡ്രോ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വിഡ്രോ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യേണ്ടതാണ്. അതുപോലെ അതിന് വേണ്ടി മൈ ബാങ്ക് എന്ന ഇതിൽ ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ പുതിയ ഒരു ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യാം. അങ്ങനെ നമുക്കിതിൽ ഒരുപാട് പണം സമ്പാദിക്കാവുന്നതാണ്. 1 രൂപ പോലും ചിലവില്ലാതെ നമുക്കിതിൽ സമ്പാദിക്കാം. ഇത്രയും മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നന്ദി, നമസ്കാരം.